വെൽക്കം ടു ഈസി മാത്സ്. അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ച് ഘടകം ചെയ്യുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയൊരു നമ്പർ 2 എടുക്കാം. നമുക്ക് പ്രൈം നമ്പറിൽ ആദ്യം 2 അല്ലേ വരുന്നേ? ഓൾറെഡി ഒരു പ്രൈം ആണ്. ഇനി അടുത്ത നമ്പർ 3 എടുക്കാം. 3യും പ്രൈം ആണ്. ഇനി പ്രൈം അല്ലാത്തൊരു നമ്പർ എടുക്കുന്നു, 4 എടുക്കുന്നു. 4 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ 4നെ നമുക്ക് ആദ്യത്തെ പ്രൈം ആയിട്ടുള്ള 2 എടുക്കാം. 2 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവോ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുന്നു. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഈ 4നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ നമ്പറിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 വരും. ആ 2നെ താഴെ എഴുതുക. എപ്പോഴാണ് ഒരു പ്രൈം നമ്പർ കിട്ടുന്നത് അപ്പം നിർത്തിയേക്കുക. അപ്പൊ ഈ 4നെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 4 ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 2 ഇൻറ്റു 2. ഓക്കെ, അടുത്ത നമ്പർ 5 എടുക്കാം. 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പ്രൈം ആണ്. അടുത്ത നമുക്ക് 6 എടുക്കാം. 6 പ്രൈം അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കുന്നു. 6നെ എങ്ങനെ ചെയ്യുന്നേ? നമുക്ക് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഈവൻ നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 2 കൊണ്ട് ചെയ്യുന്നു. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ആ 3നെ ഇവിടെ എഴുതുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 2s are 6. അപ്പൊ 3 ഇവിടെ എഴുതി. ഇത് 3 പ്രൈം അല്ലേ? പ്രൈം കിട്ടിക്കഴിഞ്ഞാൽ നിർത്താം. അപ്പൊ 6 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3. ഈ നമ്പർ ഇൻറ്റു ഈ നമ്പർ. 7 ഒരു പ്രൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത 8 എടുക്കാം. 8നെ ചെയ്യാൻ നേരം 8 ആദ്യം 2 കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. 2 കൊണ്ട് ചെയ്യാലോ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 വരും. 4. പിന്നെ 4നെ പിന്നെയും 2 കൊണ്ട് ചെയ്യാലോ. അപ്പൊ 2 കൊണ്ട് ചെയ്യാം. 4നെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പൊ പ്രൈം നമ്പർ കിട്ടിയപ്പോൾ നിർത്തി. 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പൊ 8നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 കേട്ടോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 8 കിട്ടും കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇനി വേറെ നമ്പർ എടുക്കാം. ഇനി 9 നോക്കാം. 9 എടുക്കുന്നു. 9 പ്രൈം അല്ല. 9നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? 2 ഈവൻ നമ്പർ അല്ല. അപ്പൊ 3 കൊണ്ട് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. പ്രൈം നമ്പർ കിട്ടി. 3 ഇൻറ്റു 3. ഓക്കെ, ഇനി 10നെ നോക്കാം. 10നെ ചെയ്യുമ്പോഴത്തേക്കും 10നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 10നെ ഇവിടെ എഴുതാം കേട്ടോ. 10നെ ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യാൻ പറ്റും. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 5 കിട്ടുന്നു. ആ 5നെ ഇവിടെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ പ്രൈം നമ്പർ ആണ് 5. 5 കിട്ടിക്കഴിയുമ്പോൾ നിർത്താം. പ്രൈം നമ്പറിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ഇൻറ്റു 5. 10 എന്ന് പറഞ്ഞു. വേറെ നമ്പർ നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് 28നെ ചെയ്ത് നോക്കാം. 28നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 28നെ ചെയ്യാം. 2 കൊണ്ട് ചെയ്യാം. 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 2 0 8 4 വരും. അപ്പൊ 14 വരും. 14 പിന്നെയും 2 കൊണ്ട് ചെയ്യാം. അപ്പൊ 7 വരും. 7 വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, 7 വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. 14നെ 2 കൊണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. 14നെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 വരും. 7 പ്രൈം ആയതുകൊണ്ട് നിർത്താം. അപ്പൊ 28നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 7 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇത് LCM HCF ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ വേണ്ടതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ LCM HCF ഒക്കെ പറയുമ്പോൾ ഒന്നുകൂടി പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ പറയും. എന്നാലും നന്നായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കാന്നുള്ളതാണ്. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇപ്പൊ നമ്മൾ 50നെ ചെയ്യാൻ വേണ്ടി പോവാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ 50 എടുക്കുന്നു. ആദ്യം നമ്മൾ 2 കൊണ്ട് പറ്റും. ഈവൻ നമ്പറിനെ 2 കൊണ്ട് പറ്റും. അപ്പൊ 50നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ഇവിടെ കൊടുക്കുന്നു. 4 വരുന്നു. 1 വന്നു. 0നെ ഇറക്കി എഴുതി. 5 വന്നു. 25 എഴുതി. 25 50നെ കേട്ടോ. പിന്നെ 2 കൊണ്ട് പറ്റത്തില്ല. ഈവൻ അല്ല. 3 കൊണ്ട് പറ്റുമോ? 25ന് 3 കൊണ്ട് പറ്റത്തില്ല. അതായത് ഈ നമ്പേഴ്സിനെ കൂട്ടി നോക്കിയാൽ മതി. 2ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 7. 7നെ പറ്റത്തില്ലാത്തതുകൊണ്ട് 25നെ പറ്റത്തില്ല. ആ റൂൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടോളാം. എന്തായാലും ഇപ്പൊ 3 കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ടേബിളിലൊന്നും ഇല്ല. അടുത്തത് 4 നോക്കട്ടെ. പ്രൈം നമ്പേഴ്സേ നോക്കാവുള്ളൂ കേട്ടോ. 2 3 2 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ? പിന്നെ 5 കൊണ്ടാണ് നോക്കേണ്ടത്. പിന്നെ 7 കൊണ്ട്. അങ്ങനെ പ്രൈം നമ്പേഴ്സ് ആണ് വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നോക്കേണ്ടത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5. പ്രൈം കിട്ടിയാൽ നിർത്താം. 50 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പൊ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? ഈ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെ എടുക്കണ്ടേ? ആദ്യം 2നെ നോക്കണം. പിന്നെ പറ്റത്തില്ലേ 3 നോക്കണം. പിന്നെ 5, പിന്നെ 7, പിന്നെ എത്രയാ വരുന്നേ?
11, 13 ഇങ്ങനെ വേണം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറൊരു നമ്പർ കൂടെ നമുക്ക് എടുത്തു നോക്കാം. നമുക്കിപ്പം 26 എടുക്കാം. 26 നമ്മൾ എഴുതുന്നു 26, 2 കൊണ്ട് ചെയ്യാം 13. 13 പ്രൈം അല്ലേ, പ്രൈം കിട്ടുമ്പോൾ നിർത്തണം. 2 × 13 ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് LCM ആൻഡ് HCF പഠിക്കുമ്പോൾ ഒന്നും കൂടി പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് നോക്കാവുന്നതാണ്. സോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെയും ബൈ.